വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അള്ളാന്റെ റസൂല് വരുന്നുണ്ടോ? മുത്തുനബി അവിടെ നിന്ന് കടന്നു വരുന്നുണ്ടോ? പടച്ചവനെ ആഴ്ചകൾ കഴിയുകയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് സുബഹി കഴിഞ്ഞു നോക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോട് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷാ ബീബി ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു നബിയേ. ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായിട്ട് ഇറങ്ങി വന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷാ നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു. ആയിഷാ ഖുർആനിൽ ആയത്തിറങ്ങി. ആയിഷാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോൾ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പറഞ്ഞു, നബിയേ എനിക്കുറപ്പായിരുന്നു നബിയേ ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന്, ജിബ്രീൽ ആയത്തുമായി വരുമെന്ന് എനിക്ക് വല്ലാത്ത ഉറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിച്ചു, ആയിഷാ ജിബ്രീൽ വരുമെന്ന് നീ ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? എങ്ങനെയാ നീ പിടിച്ചു നിന്നത്? ഇത്രയും ദിവസം എല്ലാവരും നിന്നെ കൈയൊഴിഞ്ഞപ്പോ നീ എങ്ങനെയാ പിടിച്ചു നിന്നത്? ആയിഷാ ബീബി റളിയല്ലാഹു തആല അവിടെ നിന്ന് പറഞ്ഞു, നബിയേ നിസ്കാരപ്പായിലിരുന്ന് പറഞ്ഞത് ഒരേ ഒരു ദിക്റാണ് നബിയേ. ആയിഷാ ബീബി റളിയല്ലാഹു തആല നിസ്കാരപ്പായിലിരുന്ന് പറഞ്ഞത് ഒരേ ഒരു ദിക്റാ. ഏത് ദിക്റെന്ന് അറിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആയിഷാ ബീബി റളിയല്ലാഹു തആല തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുണ്ടായ സമയത്ത്, ഏറ്റവും കൂടുതൽ ഒരു പരിശ്രമമുണ്ടായ സമയത്ത് ആയിഷാ ബീബി റളിയല്ലാഹു തആല പിടിച്ചു നിന്നത് ഈ ദിക്ർ പറഞ്ഞിട്ടാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തന്നത്, ജീവിതത്തിൽ ലക്ഷങ്ങളുടെ കടം വരുമ്പോ, സർവ്വതം തകർന്നു പോകുമ്പോ, പടച്ചവനെ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് അല്ലാഹ് 3 പ്രാവശ്യം സമാധാനത്തോടുകൂടി ഇരുന്നിട്ട് നിനക്കൊന്ന് പറയാൻ പറ്റുമോ? ഹസ്ബുനല്ലാഹ്, അല്ലാഹു നിന്നെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.